സ്കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന നടപടിയെടുക്കും. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും 5 ദിവസം കൂടി മഴ ശക്തമായി തുടരും. ജില്ലയിൽ 3 ദിവസം യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ശല്യം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായി ആനക്കൂട്ടം ഇറങ്ങുന്നതിൽ പരിഭ്രാന്തരായി ജനങ്ങൾ. ദേശീയ താളവാദ്യോത്സവം തൃശൂരിൽ തുടരുന്നു. പെൺകാലങ്ങൾ എന്ന പേരിൽ വനിതാ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന താളരൂപങ്ങൾ അരങ്ങിലെത്തും. വാദ്യോത്സവത്തിന് നാളെ സമാപനം. മികച്ച സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന പുരസ്കാരങ്ങളുടെ വിതരണം ഇന്ന്. ചടങ്ങ് വൈകിട്ട് 4:30 പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. നമസ്കാരം. വാർത്തകൾ വിശദമായി. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചാരണമാണ്. കേരള സിലബസിലെ എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. അത് കോടതിയാണ് റദ്ദാക്കിയത്. കുട്ടികൾ പുറം തള്ളപ്പെട്ടതിൽ അനീതി ഉണ്ടായിട്ടുണ്ട്. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന നടപടിയെടുക്കും. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. അതിനെ തുടർന്ന് അത് കോടതിയിൽ സിംഗിൾ ബെഞ്ച് അത് റദ്ദ് ചെയ്യുകയുണ്ടായി. അപ്പീൽ കൊടുത്തു. മേൽക്കോടതിയും സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തുടർന്ന് ഇനി AICTEയുടെ സമയക്രമം പാലിച്ച് അഡ്മിഷൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് 2012 മുതൽ തുടർന്നു പോരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഇപ്പോൾ സംസ്ഥാന ബോർഡിൻ്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് എന്ന രീതിയിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കാരണം സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. നേരത്തെ നിലവിൽ നിന്നിരുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ക്യാബിനറ്റ് കൂടി ആ തീരുമാനം എടുത്തിരുന്നില്ലെങ്കിൽ ആ ഫോർമുല തന്നെയാണല്ലോ അപ്ലിക്കബിൾ ആവുക. അപ്പോൾ അതുകൊണ്ട് കേരള ഗവൺമെൻറ് ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം കീം റിസൾട്ടിനെ ഇപ്പോൾ ബാധിച്ചിട്ടേയില്ല. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും 5 ദിവസം കൂടി മഴ ശക്തമായി തുടരും. ഇന്ന് തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. തൃശൂരിൽ നാളെയും മറ്റന്നാളും കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചിലയിടങ്ങളിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. എന്നാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മരോട്ടിച്ചാൽ സ്വദേശി പറപ്പുള്ളിത്തറയിൽ സോമന്റെ നേന്ത്രവാഴ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. 2 ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് ആന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ദേശീയ താളവാദ്യോത്സവം തൃശൂരിൽ തുടരുന്നു. ഇന്ന് രാവിലെ തേഴരി രാമകുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളത്തോടുകൂടിയാണ് അരങ്ങുണർന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:30 പെൺകാലങ്ങൾ എന്ന പേരിൽ വനിതാ പ്രതിഭകൾ വിവിധ താളരൂപങ്ങൾ അവതരിപ്പിക്കും. വൈകിട്ട് 5 ആക്ടർ മുരളി തിയേറ്ററിൽ ബാൻഡ് വാദ്യം അരങ്ങേറും. 6 മുതൽ ബ്ലാക്ക് ബോക്സിൽ മദ്ദളം, പരിഷവാദ്യം, താളവും കുട്ടികളും എന്നിവ അരങ്ങിലെത്തും. രാത്രി 7:45 സുകന്യ രാംഗോപാലും സംഘവും ഘടതരംഗം അവതരിപ്പിക്കും. സംഗീത നാടക അക്കാദമിയിലെ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ദേശീയ താളവാദ്യോത്സവം നാളെ സമാപിക്കും.
കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ഇന്ന് തൃശൂർ പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടക്കും. വൈകിട്ട് 4:40 ആരംഭിക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിക്കും. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, MLA മാരായ P ബാലചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ ജേതാക്കൾക്കുള്ള പുരസ്കാരം നൽകും. ഇതോടൊപ്പം കേരള വിഷൻ വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കിയ കേരള വിഷൻ സമ്മാനോത്സവ് 2025 വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളുടെ തൃശൂർ ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് ഇന്ന് നടക്കുക. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ. എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് പണം അനുവദിക്കുന്നത്. കൂടുതൽ പണം വേണ്ട വകുപ്പുകൾക്ക് അങ്ങനെയും അനുവദിക്കും. സർക്കാരിന് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട്. ഇടതു പാർട്ടികളുടെ സമ്മേളനത്തിൽ വിമർശനം സ്വാഭാവികമാണെന്നും ധനമന്ത്രി തൃശൂരിൽ പറഞ്ഞു. CPI വകുപ്പുകൾക്ക് ധനമന്ത്രി പണം അനുവദിക്കുന്നില്ല എന്നായിരുന്നു ജില്ലാ സമ്മേളന പൊതുചർച്ചയിലെ വിമർശനം. ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട്, അങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം, അതിന് അധികം പണം കൊടുക്കേണ്ടി വരും. ഉദാഹരണം, ജലജീവന് ബഡ്ജറ്റ് വെച്ചത് കഴിഞ്ഞ 5 വർഷമായിട്ട് ബഡ്ജറ്റ് വെച്ചതിനേക്കാളും ഇരട്ടിയിലധികം പണം കൊടുക്കേണ്ടി വരും. എഡ്യൂക്കേഷന് ഇപ്പോൾ ഇന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, കേന്ദ്ര ഗവൺമെൻറ് പണം തരാമെന്ന് തരുന്നില്ല. ഇപ്പോൾ SSK അതുപോലെ സ്പെഷ്യൽ ടീച്ചർ പണം തരുന്നില്ല. പണം തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ അധ്യാപകരെ പറഞ്ഞുവിടാൻ പറ്റും, ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ അധികം കൊടുക്കേണ്ടി വരും. ഇപ്പം കാരുണ്യം 700 കോടിയാണ് സാധാരണ നമ്മൾ ഈ മെഡിക്കൽ മരുന്നൊക്കെ മേടിക്കാൻ ഇൻഷുറൻസ്, കാരുണ്യ ഇൻഷുറൻസിന് 1400 കോടിയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്നത്, അതിനെ പ്രാവശ്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ എല്ലാ മേഖലയിലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാർ വരുമ്പോൾ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്ന് 1,15,000 കോടിയാണ് ഒരു വർഷം ശരാശരി ചെലവാണ്. ഇപ്പോൾ അത് 1,70,000 കോടിയാണ്. ഈ വർധന എല്ലാവർക്കും ആനുപാതികമായാലും നമ്മൾ എല്ലാ സ്ഥലത്തും നടക്കുന്ന വികസന കാര്യങ്ങൾ. മെഡിക്കൽ കോളേജ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ ഓട്ടോ മറിഞ്ഞ അപകടം. യാത്രക്കാർക്ക് പരിക്കേറ്റു. എതിരെ വന്നിരുന്ന ലോറിയെ കണ്ട് വെട്ടിച്ചപ്പോൾ റോഡിലെ കുഴിയിൽ വീണ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ തകർന്നു. പറപ്പൂർ അന്നക്കര ചിറങ്ങലിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റു. പൊന്നൂർ സ്വദേശികളായ കണ്ണനായ്ക്കൽ വീട്ടിൽ ജോജി, ഭാര്യ അജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും പറപ്പൂർ ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത കയ്പമംഗലം പനമ്പിക്കുന്നിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കയ്പമംഗലം കാളമുറി സ്വദേശികളായ വലിയ പറമ്പിൻ, ഹിതുൻ കുമ്പളത്ത്, അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ജൈവമാലിന്യങ്ങളിൽ നിന്നും ബയോഗ്യാസ് നിർമ്മിക്കുന്നതിനായി അരിമ്പൂർ പഞ്ചായത്തിൽ സ്ഥാപിച്ച പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷത വഹിച്ചു. കല്യാണ മണ്ഡപങ്ങൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള ജൈവമാലിന്യങ്ങൾ ബയോഗ്യാസാക്കി ഉപയോഗപ്പെടുത്തുന്നതാണ് പദ്ധതി. ഒരു ദിവസം 110 കിലോ ജൈവമാലിന്യം സംഭരിക്കുവാനുള്ള ശേഷി പ്ലാനിനുണ്ട്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് സിജി സജീഷ്, സെക്രട്ടറി റെനി പോൾ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ TK ഗീതയെ തെരുവിൽ നേരിടുമെന്ന BJP നേതാവ് B ബാലഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനം നടത്തി. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീജ ബാബു ഉദ്ഘാടനം ചെയ്തു. ബിന്ദു സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പ്രസാദിനി മോഹനൻ, PG നൈജി, രേഖാദേവി എന്നിവർ സംസാരിച്ചു. പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിലേക്ക് തരേണ്ടതായിട്ടുള്ള പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കിട്ടേണ്ടതായിട്ടുള്ള ഫണ്ടുകളെല്ലാം, ഗ്രാന്റ് ഇനത്തിൽ കിട്ടേണ്ടതും നികുതി ഇനത്തിൽ കിട്ടേണ്ടതുമായ ഫണ്ടുകളെല്ലാം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചപ്പോൾ അതൊന്നും കേരളത്തിലേക്ക് തരാത്തത് എന്താണ് എന്ന് ചോദിക്കാൻ തയ്യാറാകാത്തവരാണ് മുനിസിപ്പാലിറ്റിയിൽ വന്ന് ചെയർപേഴ്സണെ ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംസാരം കൊണ്ടുവന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് 4 അമ്പല ദർശനമൊരുക്കും. തിരുവിലാമലയിൽ ശ്രീരാമലക്ഷ്മണന്മാരും പാലക്കാട് ജില്ലയിലെ കുഴൽമലത്തിനപ്പുറത്ത്
കുഴൽമന്നത്ത് നടത്തുന്ന പുൽപ്പുരമന്തം ഭരതക്ഷേത്രവും കുത്തന്നൂർ പഞ്ചായത്തിൽ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുത്തിയാണ് നാലമ്പല ദർശനം ഒരുക്കുന്നത്. തിരുവിലാമല ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്താനാവും. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസ് നടത്താൻ കത്ത് കൊടുത്തിട്ടുണ്ട്. തിരുവിലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ദിവസവും പ്രസാദൂട്ട് ഉണ്ടായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാമ്പാടി വില്ലാദ്രി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് 10 സ്റ്റീൽ ബെഞ്ചുകളും വീൽചെയറും നൽകി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് മനോജ് കുമാർ ചീരാത്ത് അധ്യക്ഷനായി. സെക്രട്ടറി ലക്ഷ്മി പ്രിയ പ്രസാദ്, ട്രഷറർ T. ബാലകൃഷ്ണൻ, രാംകുമാർ പല്ലക്കാട്ട്, S. രാംദാസ്, ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കൊടുങ്ങല്ലൂർ ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചന്തപ്പുര MIT ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ SI കശ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ AEO P. മൊയ്തീൻകുട്ടി അധ്യക്ഷനായി. റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ KM അബ്ദുൾ ജമാൽ, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ PA സൈദു മുഹമ്മദ്, ജില്ലാ കമ്മീഷണർ NC വാസു, ജില്ലാ സെക്രട്ടറി ഡൊമിനിക് പാറേങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടി നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണല്ലോ എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവരെയും +2 പരീക്ഷയിൽ 90% മാർക്ക് നേടിയവരെയും 2020 പാർട്ടി ആദരിച്ചു. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു. 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ബെന്നി ജോസഫ്, പ്രൊഫസർ സാം തോമസ്, സണ്ണി പള്ളിപ്പാട്ട്, ലിസി ഡേവിസ് എന്നിവർ സംസാരിച്ചു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ V. മേനോൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT ജോസഫ് അധ്യക്ഷത വഹിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, ഷീന വിൽസൺ, സ്കൂൾ മാനേജർ ഫാദർ CB പുത്തൂർ, പ്രിൻസിപ്പൽ ഡെൻസി ജോൺ, ഹെഡ്മാസ്റ്റർ AV ജോളി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആൻഡോ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം നവീൻ ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സൽമ സെബാസ്റ്റ്യൻ, പ്രിൻസിപ്പൽ റിൻസ് P. സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ ഗ്രേസ് വർഗീസ്, ലക്ഷ്മി PV എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ചാപ്റ്ററും ചന്ദ്രാപിനി ഹൈസ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും ചേർന്ന് ലഹരിക്കെതിരെ സംഗീത നൃത്തശില്പം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ നൌഷാദ് പാട്ടുകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KS കിരൺ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ PK ശ്രീജീഷ് പുസ്തക പരിചയം നിർവഹിച്ചു. അല്ലെങ്കിൽ കുട്ടികളെ ബഷീറിന്റെ ഇംഗ്ലീഷിലേക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പേരിൽ നന്ദി ഞാൻ പറഞ്ഞുകൊള്ളു.
ക്രോസ് റവന്യൂ ജില്ലാ കൌൺസിലേഴ്സ് മീറ്റ് തൃശൂർ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. IRCS തൃശൂർ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് MS അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് PK ബിന്ദു പ്രവർത്തന കലണ്ടർ പ്രകാശനം ചെയ്തു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ഭരണകൂടവും വനിതാ ശിശുവികസന വകുപ്പും കനൽ ഇന്നോവേഷനും സംയുക്തമായി പാരന്റ് അപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കൾക്കുള്ള പ്രത്യേക പരിശീലന പരിപാടിയാണ് പാരന്റ് അപ്പ് ക്യാമ്പയിൻ. തൃശൂർ ജില്ലയിൽ ഉടനീളം 100 പരിശീലന പരിപാടികളിലൂടെ 8,500-ൽ രക്ഷിതാക്കൾക്കാണ് ഈ പദ്ധതിയുടെ ഭാഗമാവുക. കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് പാരന്റിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. കരിയർ ട്രെയിനർ സിനി രാജേഷ് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ, ഹെഡ് മാസ്റ്റർ T അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി P ബിജു, അധ്യാപകരായ CC രേഖ, ജൂലി ജോർജ് എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്തവും ശുചിത്വമുള്ളതുമായി തൃശൂർ നഗരത്തെ മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ ബോധവൽക്കരണം മാത്രം പോരാ, നിയമം നൽകുന്ന അധികാരം ഉപയോഗിച്ച് മാലിന്യം പൊതുസ്ഥലത്ത് തള്ളുന്നവരോടും വലിച്ചെറിയുന്നവരോടും കണ്ണിൽ ചോരയില്ലാത്ത നടപടി സ്വീകരിച്ചാലേ മാറ്റം വരുമെന്നും MP രാജേഷ് ഓർമ്മിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിനുള്ള കേന്ദ്രത്തിന്റെ 135 കോടിയുടെ RDSS പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കോർപ്പറേഷൻ അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ കേരളത്തിന്റെ ശുചിത്വ തലസ്ഥാനം കൂടിയായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, ഷീബ ബാബു, അഡ്വൈസറി കമ്മിറ്റി അംഗം EC പത്മരാജൻ, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ലാലൂരിൽ പുതിയ 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിച്ച് വൈദ്യുതി വോൾട്ടേജ് വേരിയേഷൻ ക്രമീകരിക്കുക, പഴക്കം ചെന്ന വൈദ്യുതി കമ്പികൾ മാറ്റി സുരക്ഷിതമായ ABC കേബിൾ സ്ഥാപിക്കുക, ട്രാൻസ്ഫോർമറുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകൾ സ്ഥാപിക്കുക, ERPSI പദ്ധതി വഴി വൈദ്യുതി വിഭാഗം പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിക്കുക, പുതിയ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് കസ്റ്റമർ കെയർ സംവിധാനം നടപ്പിലാക്കുക, നിലവിലെ 33 kV സബ്സ്റ്റേഷനിൽ പുതിയ 8 MVA ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുക, പഴക്കം ചെന്ന ട്രാൻസ്ഫോർമർ മാറ്റി പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുക, 57 കിലോമീറ്റർ ഹൈടെൻഷൻ UG കേബിൾ സ്ഥാപിക്കുക, സ്വരാജ് റൗണ്ടിൽ UG കേബിൾ വഴി വൈദ്യുതി വിതരണം നടത്തുക, സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടം 1270 സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുക, KSEBയുമായി ചേർന്ന് സ്കാഡ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ പദ്ധതികളാണ് 135.37 കോടി രൂപയുടെ RDSS പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. TCV തൃശൂർ. അഡ്വക്കേറ്റ് P പരമേശ്വരൻ നമ്പൂതിരി ഇന്ത്യയുടെ നീതിന്യായ രംഗത്ത് 78ന്റെ നിറവിൽ. സുദീർഘമായ നിയമവഴികളിൽ ഒട്ടേറെ നാഴികക്കല്ലുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ ചാലിശ്ശേരിക്കാരൻ. ചാലിശ്ശേരി തണ്ണീർക്കോട് LP സ്കൂളിലും തൃശൂർ CMSലുമായി സ്കൂൾ പഠനം പൂർത്തിയാക്കി. തൃശൂർ സെന്റ് തോമസ്, കേളവർമ്മ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഡിഗ്രിയും എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. 1970-ൽ 23-ാം വയസ്സിൽ ഹൈക്കോടതിയിൽ നിയമജീവിതത്തിന് തുടക്കമിട്ടു. 1973-ൽ ഗുജറാത്ത് ഗവർണർ KK വിശ്വനാഥിന്റെ പേഴ്സണൽ സെക്രട്ടറിയായി 6 വർഷത്തോളം അഹമ്മദാബാദിലായിരുന്നു. രാജീവ് ഗാന്ധി, നരസിംഹറാവു, വാജ്പേയി, മൻമോഹൻ സിംഗ് തുടങ്ങി 4 പ്രധാനമന്ത്രിമാരുടെ ഭരണകാലത്ത് ഇന്ത്യൻ ഭരണയന്ത്രത്തിന്റെ നിയമമുഖമായി പരമേശ്വരൻ നിലകൊണ്ടു. 3 പതിറ്റാണ്ടിലെ നിയമവഴിയിൽ 35,000-ത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്ന കേസിൽ കേന്ദ്ര സർക്കാരിനു വേണ്ടി സോളിസിറ്റർ ജനറലിനോടൊപ്പം ഹാജരായത് ഇദ്ദേഹമായിരുന്നു. 40 വർഷത്തെ സേവനത്തിന് ശേഷം 2010-ൽ തൃശൂര് തിരിച്ചെത്തി. ഇപ്പോഴും സുപ്രീം കോടതിയിൽ അഭിഭാഷക വൃത്തിയിൽ തുടരുന്നു. 10 വർഷമായി തൃശൂർ ബ്രഹ്മസം മഠത്തിന്റെ പ്രസിഡന്റാണ്. മഠത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ വരും തലമുറകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന കർമ്മ പദ്ധതി വിജയപാതയിലാണ്. കോഴി പാഴൂർ മനയിലാണ് ഇപ്പോൾ താമസം. TCV ന്യൂസ്, കുന്നംകുളം.
കുഴൂർ പഞ്ചായത്തിൽ പനമ്പിള്ളി ഗോവിന്ദൻ മേനോന്റെ പേരിലുള്ള തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡ് പുനർനിർമ്മാണം നിർത്തിവെച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് കാരണം. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമായതിനാൽ റോഡിന്റെ കരാറുകാരന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. അതേസമയം ജൽജീവൻ മിഷൻ പദ്ധതിയുമായി റോഡ് നിർമ്മാണത്തിന്റെ അധിക കരാറുണ്ടാക്കി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പൈപ്പ് സ്ഥാപിക്കാൻ ഉണ്ടാക്കിയ തോടുകൾ മൂടി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നിരവധി തവണ ജൽജീവൻ മിഷൻ ഉന്നത ഉദ്യോഗസ്ഥരോട് 2 മാസം മുൻപ് മുതൽ കത്ത് നൽകിയും നേരിട്ട് ചർച്ചകൾ നടത്തിയും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വൈകാതെ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിയെന്നും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അറിയിച്ചു. റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. KSRTCയും കൂടി ഇല്ലാതായതോടെ യാത്രാ ദുരിതം രൂക്ഷമായി. ഇതിനിടയിലാണ് പഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി ആശ്വാസമായി എത്തിയത്. ആദ്യ കരാറുകാരൻ ഉപേക്ഷിച്ചുപോയി 3 വർഷത്തിന് ശേഷമാണ് മറ്റൊരു കരാറുകാരൻ ഏറ്റെടുത്തത്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിന് ഫണ്ട് അനുവദിച്ചിരുന്നത്. റോഡിന്റെ പുനർനിർമ്മാണം 2022 ഏപ്രിൽ മാസത്തിലാണ് ആരംഭിച്ചത്. കൾവെട്ടുകളുടെ നിർമ്മാണം മാത്രമാണ് ആദ്യ കരാറുകാരൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. TCV ന്യൂസ് മാള. വാണിജ്യം. രുചിയൂറും ഭക്ഷണ വിഭവങ്ങളുമായി കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റ് തൃശൂർ വെളിയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യത്യസ്തമായ രുചിഭേദങ്ങൾ ഭക്ഷണപ്രേമികൾക്ക് സമ്മാനിച്ചാണ് കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റ് തൃശൂർ വെളിയന്നൂരിൽ മാതൃഭൂമി ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിനെത്തിയ കുരുന്നുകൾ ചേർന്ന് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാറിന്റെ രുചിപെരുമ ഇനി തൃശൂരിലും ലഭിക്കും എന്നതാണ് പ്രത്യേകത. റെസ്റ്റോറന്റ് ഉടമകൾ, ബന്ധുമിത്രാദികൾ, പ്രമുഖരായ വ്യക്തികൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മലബാറിലെ സ്പെഷ്യൽ വിഭവങ്ങളായ ഫിഷ് മാംഗോ കറി, പോത്ത് മല്ലി പെരളാൻ, ബീഫ് ഇസ്റ്റു, ലഗൂൺ ചിക്കൻ ബിരിയാണി, കൊണ്ടോട്ടി ചിക്കൻ വിങ്സ്, മുംബൈ ഹാജ്ലി ഫ്രഷ് ക്രീം തുടങ്ങിയവയുടെ വ്യത്യസ്തത ഇവിടെ ആസ്വദിക്കാനാകും. വിവാഹങ്ങൾക്കും മറ്റു ഫംഗ്ഷനുകൾക്കുമുള്ള രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കി നൽകും. വിപുലമായ പാർക്കിംഗ് സൗകര്യവും കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9562367000. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന നടപടിയെടുക്കും. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും 5 ദിവസം കൂടി മഴ ശക്തമായി തുടരും. ജില്ലയിൽ 3 ദിവസം യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ശല്യം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായി ആനക്കൂട്ടം ഇറങ്ങുന്നതിൽ പരിഭ്രാന്തരായി ജനങ്ങൾ. ദേശീയ താളവാദ്യോത്സവം തൃശൂരിൽ തുടരുന്നു. പെൺകാലങ്ങൾ എന്ന പേരിൽ വനിതാ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന താളരൂപങ്ങൾ അരങ്ങിലെത്തും. വാദ്യോത്സവത്തിന് നാളെ സമാപനം. മികച്ച സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന പുരസ്കാരങ്ങളുടെ വിതരണം ഇന്ന്. ചടങ്ങ് വൈകിട്ട് 4:30 പുഴയ്ക്കൽ വെഡിംഗ് വില്ലേജിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.